വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. എൻ്റെ പേര് ജോർജ് പുലിക്കുത്തിയിൽ, ഒരു കർമ്മലീത്ത വൈദികനാണ്. പിന്നെ എൻ്റെ വീട് വയനാട് ജില്ലയിൽ മാനന്തവാടിക്ക് അടുത്താണ്. പക്ഷേ കഴിഞ്ഞ ഒരു 45-46 കൊല്ലമായിട്ട് 12 വയസ്സ് മുതൽ ഞാൻ തൃശ്ശൂരിലാണ് വളർന്ന് പഠിച്ച് എൻ്റെ ജോലി ഇപ്പോൾ തൃശ്ശൂരിൽ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ 20-21 വർഷമായിട്ട് ഹൈക്കോടതിയിൽ വക്കീലായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വക്കീലായത് തന്നെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യകാലം എറണാകുളത്ത് ചാവറ സാംസ്കാരിക കേന്ദ്രം എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ഇടയായതുകൊണ്ടാണ്. കോടതികളും വക്കീൽമാരും ജഡ്ജിമാരൊക്കെ ആയിട്ടുണ്ടായ അടുത്ത സൗഹൃദ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നീതി എന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് ബോധ്യമായത്. നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കുന്നു, തുണി വാങ്ങിക്കുന്ന പോലെ നീതിയും പണമുള്ളവൻ കാശ് കൊടുത്ത് വാങ്ങിച്ചെടുക്കുകയും പണമില്ലാത്തവർക്കൊന്നും നീതി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈന്യാവസ്ഥ, ജീവിതത്തിൻ്റെ ഒരു ദുരന്തം ഞാൻ അവിടെ കാണുകയുണ്ട്. അപ്പോൾ എൻ്റെ ജീവിത സമർപ്പണം, പൗരോഹിത്യം, അല്ലെങ്കിൽ എൻ്റെ ഈ പാസ്റ്ററൽ സർവീസ്, എൻ്റെ സന്യാസം, ഇതൊക്കെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെടണം എന്ന് ഞാൻ തീരുമാനിക്കുകയും അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞാൻ നിയമം പഠിക്കാൻ പോവുകയും ചെയ്ത് 1990 നിയമപഠനം കഴിഞ്ഞു വന്ന് നിയമം പ്രാക്ടീസ് തുടങ്ങുകയായിരുന്നു. അപ്പോൾ അത് ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പേരെടുക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല, സാധുക്കൾക്ക് അവരുടെ ജന്മാവകാശമായ നീതി ഉറപ്പുവരുത്തണം എന്നുള്ള ഒറ്റ ആക്സസ് ടു ജസ്റ്റിസ്, ഇതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ സർവീസ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സർവീസ് വളരെ കൂടുതലായി ആളുകൾ ധാരാളമായിട്ട് വന്നത് പങ്കെടുത്തു തുടങ്ങി. അത് ഒരുപാട് ടേക്കേഴ്സ്, ഈ സേവനം സ്വീകരിച്ച ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി. അങ്ങനെ അത് എന്നെ കൊണ്ട് തന്നെ നടത്താൻ പറ്റാണ്ടായപ്പോൾ ഞാനതൊരു പ്രസ്ഥാനമാക്കി, ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആക്കി അതിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ജനനീതി എന്ന ഈ സ്ഥാപനം, ജസ്റ്റിസ് ടു ഓൾ എന്ന അർത്ഥത്തിൽ ഈ സ്ഥാപനം വലുതായി വരുന്നത്. അപ്പം അതിൻ്റെ കോർ ആക്ടിവിറ്റി, അതിൻ്റെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു സേവന രംഗമെന്ന് പറയുന്നത് നീതി ഉറപ്പാക്കുക, സൗജന്യമായി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിന് ലീഗൽ എയ്ഡ്, ലീഗൽ കൺസൾട്ടേഷൻ, ലീഗൽ ഇൻ്റർവെൻഷൻ തുടങ്ങിയ ഒരുപാട് മേഖലകളുണ്ട്. മൊത്തം അതുകൂടാതെ സൈക്കോ ലീഗൽ തെറാപ്യൂട്ടിക് സർവീസസ് എന്ന പേരിൽ നമ്മൾ വേറെ ആരും കൊടുക്കാത്ത ഒരു സർവീസ്, അതായത് കോടതിയിൽ പോയാൽ നോക്കി നമുക്ക് കിട്ടാത്ത ഒരു സാന്ത്വന നീതി എന്ന നിലയിൽ ഒരു നീതി സങ്കല്പം നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഇത് സൗജന്യ സേവനം ആയതുകൊണ്ട് ഇതിൽ നിന്നൊരു വരുമാനത്തിനുള്ള യാതൊരു മാർഗവുമില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ വഴിയൊന്നുമില്ല. എൻ്റെ കൂടെ കുറേ വക്കീൽമാർ, പ്രഗത്ഭരായ വക്കീൽമാർ ജോലി ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന നിലയിൽ ഞങ്ങൾ ഇതിന് സമാന്തരമായിട്ട് ഈ കൊടുക്കുന്ന നമ്മുടെ ഈ നമ്മുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയോടൊപ്പം തന്നെ സമാന്തരമായിട്ട് ഓരോ പഠനങ്ങൾ ഓരോ കാലങ്ങളിലേക്ക് എടുക്കും. അങ്ങനെ എടുത്തിട്ടുള്ള പഠനങ്ങൾ പലതുണ്ട്. കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു വ്യവഹാരരഹിത ഗ്രാമം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. തൃശ്ശൂർ ജില്ലയിൽ വരവൂർ പഞ്ചായത്ത് തിച്ചൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം, 520 വീടുകളുള്ള ഗ്രാമത്തിൽ ആദ്യമായിട്ട് അതിനെ വ്യവഹാര വിമുക്തമാക്കി പ്രഖ്യാപിച്ചു 2000 ആണ്ടിൽ. അത് ഇന്ത്യയിൽ ആദ്യത്തെ വ്യവഹാര വിമുക്ത ഗ്രാമമാണ്. ഒരു ഗാന്ധിയൻ സങ്കല്പത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതേ തുടർന്ന് ഒരു കുറ്റവിമുക്ത ഗ്രാമത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. അത് മുഴുവനും വിജയിപ്പിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. കേരളത്തിലെ ഈ സ്ത്രീധന സമ്പ്രദായത്തെ കുറിച്ചൊരു പഠനം ഉണ്ടായിരുന്നു 2002. അങ്ങനെ ഓരോരോ കാലങ്ങളിൽ ഞങ്ങൾ ഓരോരോ പഠനങ്ങൾ ഏറ്റെടുത്ത് നടത്തി. ആ പഠനങ്ങൾ എന്തെങ്കിലും ഒരു ഫണ്ടഡ് ആയിട്ടുള്ള പഠനമായി അതിൽ നിന്ന് ഞങ്ങൾക്കൊരു വരുമാനം ഉണ്ടാകും. ആ വരുമാനം കൊണ്ടാണ് ജനനീതിയിൽ മറ്റ് സേവനം ചെയ്യുന്ന എല്ലാവർക്കും ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ജനനീതി അങ്ങനെ ഒരു പഠനം ഏറ്റെടുത്തിട്ടുണ്ട്. ആ പഠനത്തിൻ്റെ പശ്ചാത്തലം ഞാൻ വിവരിക്കാം. ആ പഠനം ഇതാണ്: ഈ മനുഷ്യരിൽ നടത്തപ്പെടുന്ന മരുന്ന് പരീക്ഷണങ്ങളുടെ നൈതിക നിലവാരം, അല്ലെങ്കിൽ അതിനുള്ളിലെ കാപട്യങ്ങൾ, അതിനുള്ളിലെ അഴിമതികൾ, അതിനുള്ളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയാം, എൻ്റെ ഒരു സ്വന്തം ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നത്. 2002 മുതൽ 2007 വരെ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ എത്തിക്സ് കമ്മിറ്റിയുടെ അംഗമായിരുന്നു.
എത്തിക്സ് കമ്മിറ്റി നൈതിക സമിതി എന്ന് നമ്മൾ അതിനെ വിളിക്കും. എത്തിക്സ് കമ്മിറ്റിയുടെ അനുവാദത്തോട് കൂടിയിട്ട് ആസ്പത്രികളിൽ മരുന്ന് പരീക്ഷണങ്ങൾ നടത്താൻ പാടില്ല. ഏതുതരം പരീക്ഷണമാണെങ്കിലും ഏത് തരത്തിലുള്ള പരീക്ഷണമെങ്കിലും അവിടെ PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ചെറിയ ചെറിയ പരീക്ഷണങ്ങളുണ്ട്. അതാണെങ്കിൽ പോലും എല്ലാറ്റിനും എത്തിക്സ് കമ്മിറ്റിയുടെ അപ്രൂവൽ ആവശ്യമാണ്. അങ്ങനെ തൃശ്ശൂരിലെ എത്തിക്സ് കമ്മിറ്റിയുടെ അംഗമായി തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നത് സാധാരണക്കാരായ ഡോക്ടർമാരല്ല, പ്രഗത്ഭന്മാരായ ഡോക്ടർമാരാണ്. നാട്ടിൽ ഏറ്റവും അധികം അറിയപ്പെടുന്നവരും ഏറ്റവും അധികം രോഗികളുള്ളവരും ഒക്കെ ആയിട്ടുള്ള വളരെ പ്രഗത്ഭമതികളായിട്ടുള്ളവരാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. ഇത് കൂടുതൽ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് അഴിമതികൾ, അവകാശ ലംഘനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, കുറ്റകൃത്യങ്ങൾ ഇതിലുണ്ട് എന്ന് എനിക്ക് ബോധ്യമാണ്. ഞാനൊരു ഉദാഹരണത്തിലേക്ക് വരാം. അവിടെ ഞാനുമായിട്ട് അവർക്ക് കൺഫ്രണ്ടേഷൻ വന്ന ആദ്യത്തെ ഒരു സംഭവം റെസ്പിരിഡോൺ എന്ന് പറയുന്ന ഒരു മരുന്നിന്റെ പരീക്ഷണം. റെസ്പിരിഡോൺ എന്ന് പറയുന്നത് ജോൺസൺ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ഇറക്കുന്ന മരുന്നാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന മരുന്ന് കമ്പനിയുടെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്. ഈ റെസ്പിരിഡോൺ എന്ന് പറയുന്ന മരുന്ന് ഈ ഷിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗത്തിനുള്ള മരുന്നാണ്. ഷിസോഫ്രീനിയ സംശയ രോഗമാണ്, കടുത്ത മനോരോഗമാണ്. ആ മനോരോഗത്തിന് കൊടുക്കുന്ന മരുന്നാണ് ഈ റെസ്പിരിഡോൺ. ഇത് ഗുളിക രൂപത്തിൽ നിലവിലുണ്ടായിരുന്നു. ഇനി അതിന് വാക്സിനേഷൻ ആക്കി മാറ്റാൻ പോവുകയാണ്. അതാണ് ഈ പരീക്ഷണത്തിന് കൊണ്ടുവരുന്നത്. പരീക്ഷണത്തിന് തുടങ്ങുന്നതിന് മുമ്പ് എത്തിക്സ് കമ്മിറ്റിയുടെ അപ്രൂവൽ വാങ്ങിച്ചിരിക്കണമെന്നാണ് വ്യവസ്ഥയെങ്കിലും പരീക്ഷണം തുടങ്ങി 9 മാസങ്ങൾക്ക് ശേഷമാണ് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ ഇതിൻ്റെ അനുവാദം ചോദിച്ചുകൊണ്ട് ഡോക്ടർ എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പിൽ വരുന്നത്. അത് തന്നെ എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു മേഖലയായിരുന്നില്ല, ഒരു കാരണമായിരുന്നില്ല. മറ്റൊന്ന്, ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു, ഈ ഓരോ മരുന്നും മരുന്നാകുന്നതിന് മുമ്പ് അതിൻ്റെ അവസ്ഥ ഒരു കെമിക്കൽ എന്നുള്ളതാണ്, ഒരു രാസപദാർത്ഥമാണ്. ആ രാസപദാർത്ഥം മനുഷ്യ ശരീരത്തിൽ പ്രയോഗിച്ച് അത് അപകടരഹിതമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അതിനെ മരുന്നായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. അങ്ങനെ മരുന്നായി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ അത് മരുന്ന് കടകളിൽ എത്തുകയുള്ളൂ. അത് കഴിഞ്ഞ് ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷനിലായിട്ട് എഴുതി രോഗികൾക്ക് കൊടുക്കുകയുള്ളൂ. ഇത് അതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ്. മരുന്ന് പരീക്ഷണത്തിൻ്റെ 3ാമത്തെ സ്റ്റേജ് എന്ന് പറയും. അത് എന്താണെന്ന് വെച്ചാൽ രാസപദാർത്ഥമായി നിൽക്കുമ്പോൾ തന്നെ അത് മനുഷ്യ ശരീരത്തിൽ പ്രയോഗിച്ച് നോക്കുകയാണ്. ഇത് ചില രോഗങ്ങൾക്ക് ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രത്യൗഷധമാണോ എന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അങ്ങനെ അത് ഫലപ്രദമാണെന്ന് കണ്ടു കഴിഞ്ഞാലാണ് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അത് മരുന്നായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം ഈ സ്റ്റേജിൽ ഇവര് ഓരോ ഇത് പുറപ്പെടുവിക്കുന്ന ഓരോ മരുന്ന് കമ്പനിയും ഒരു പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഉൽപ്പന്നത്തെ സംബന്ധിച്ചുള്ള ഒരു സയന്റിഫിക് റിപ്പോർട്ടാണ്. അതൊരു വലിയ ഒരു പുസ്തകമാണ്. ഞാനിതിൻ്റെ ഈ പ്രോട്ടോക്കോൾ വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ മരുന്ന് ഈ മരുന്നല്ല, ഈ കെമിക്കൽ ഒരാളിൻ്റെ ശരീരത്തെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 18 തരം കോൺസിക്വൻസസ്, ഭവിഷ്യത്തുകൾ സംഭവിക്കണം എന്ന് നിർബന്ധവുമില്ല. പക്ഷെ ആദ്യം പറയുന്ന കുറച്ച് ഭവിഷ്യത്തുകൾ, ഒരു 8-10 ഭവിഷ്യത്തുകൾ നിർബന്ധമായിട്ടും എല്ലാവർക്കും സംഭവിക്കേണ്ടതാണ്, സംഭവിക്കുന്ന ഉറപ്പുള്ളതാണ്. പിന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം, സംഭവിക്കാതിരിക്കാം, എല്ലാവരിലും സംഭവിച്ചുകൊണ്ട് നിർബന്ധമുണ്ട്. ഇതിലാദ്യം എല്ലാവരിലും സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സാധനം നിങ്ങളുടെ ശരീരത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രമേഹ രോഗിയായി മാറും. ആരുടെ ശരീരത്തിൽ കയറുന്നു അയാൾ പ്രമേഹ രോഗിയാകും എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ടുവരുന്നത്. കേരളം പോലത്തെ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇത്രയധികം പ്രമേഹ രോഗികൾ? നമ്മൾ 2 പേരെ കണ്ടാൽ അതിലൊരാൾ പ്രമേഹ രോഗിയാണെന്നുള്ള ഒരവസ്ഥ കേരളത്തിൽ നിന്നുണ്ട്. കേരളത്തിന്റെ വേറൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് എല്ലാം ഹോസ്പിറ്റൽ സെന്റേർഡാണ്. നമുക്ക് പാരമ്പര്യപരമായിട്ട് പല നാടൻ രീതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ രീതികളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് എന്തെങ്കിലും ചെറിയ ഒരു രോഗത്തിന്റെ ലക്ഷണം കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറുടെ അടുത്തേക്ക്
അല്ലെങ്കിൽ ഏറ്റവും വിലയേറിയ ചികിത്സ കൊടുക്കുന്ന ആസ്പത്രിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു രീതി നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽ സെന്റേഡ് ആയിട്ടുള്ള ആരോഗ്യ സംരക്ഷണം കേരളം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഈ മരുന്നുകളുടെ ഭവിഷ്യത്തുകൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് വരികയാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഡയബറ്റിക് ആയിട്ടുള്ള പ്രമേഹ രോഗം ഇത്ര വ്യാപകമായി ഞാൻ അങ്ങനെ സങ്കല്പിക്കുകയാണ്. രണ്ടാമത് പാർക്കിൻസൺസ്. ഇത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ പാർക്കിൻസൺ രോഗിയാവും. എൻ്റെ ചെറുപ്പകാലത്ത് പാർക്കിൻസൺ രോഗികളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാര്യമായി. ഇപ്പോൾ മിക്കവാറും ഒരു 50 വയസ്സിന് കഴിഞ്ഞ ഒരാൾ, ഒരു 10 പേരെ എടുത്താൽ ഒരാളെങ്കിലും പാർക്കിൻസൺ രോഗിയാണ്, ഡിമെൻഷ്യ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ ഈ മരുന്നിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പ്രത്യുൽപാദന ശേഷി, ഈ ലൈംഗിക ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാകുന്നു എന്നുള്ളത് ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളായി. പണ്ട് കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ മിക്കവാറും തരക്കേടില്ലാത്ത എല്ലാ പട്ടണങ്ങളിലും ആയിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ഓരോ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലും ഡോക്ടർമാർക്ക് കൊടുത്ത് ഈ യുവദമ്പതികൾ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട്. പലയിടത്തും അത് വിജയിക്കുന്നില്ല. ചിലയിടത്തൊക്കെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഈ സ്പേം അത് ഫ്രീസറിൽ വെച്ച് അത് സ്ത്രീയുടെ മുമ്പിൽ ഇഞ്ചക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പിന്നീട് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഇത് ഭർത്താവിന്റെ സ്പേം അല്ല, വേറെ ആരുടെയോ ആണെന്ന് തെറ്റിദ്ധരിച്ചു കൂട്ടും ഭർത്താവിന്റെ ഛായ കുട്ടിയിൽ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് കലഹമാവുകയും അത് ദാമ്പത്യം കലഹി അടിച്ചുപിടിച്ച് പിരിയാനും ഡൈവോഴ്സിൽ എത്തിച്ചേരാനും കാരണമാവുകയും ഞങ്ങളുടെ ഓഫീസിൽ നിരന്തരമായ കേസ് വരുന്നതാണ്. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് സാമൂഹ്യ വിപത്തുകൾ നമ്മൾ അറിയാതെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ സോഴ്സ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ കെമിക്കലിൻ്റെ പ്രയോഗമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ നേഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്ന ധാരാളം പെൺകുട്ടികളുടെ മേൽ ഹോർമോൺ ടെസ്റ്റുകൾ നടത്തുന്നു. അവരുടെ സമ്മതമില്ലാതെയല്ല. കാരണം ഈ കുട്ടികളെല്ലാം തന്നെ ഇതിൻ്റെ ആപത്ത് തിരിച്ചറിയാതെ പോയി കുത്തിവയ്പ്പിന് വിധേയരാകുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ കുടുംബപരമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണെന്ന് നമുക്കറിയാം. ഇവർക്ക് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവിടുത്തെ ഒരു ജീവിത ശൈലിക്കനുസരിച്ചൊക്കെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ധാരാളം പോക്കറ്റ് മണി ആവശ്യമുണ്ട്. അത് വീട്ടിൽ നിന്ന് കിട്ടാൻ യാതൊരു നിർവാഹവുമില്ല. ഈ കുട്ടികൾ ചെയ്യുന്നത് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ പോയി ഈ ഹോർമോൺ ടെസ്റ്റുകൾക്ക് സ്വന്തം ശരീരം വിട്ടുകൊടുക്കുക. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ അവർ ഇൻഫെർട്ടൈൽ ആകുന്നു, അവരുടെ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതില്ല കേരളത്തിൽ നിന്ന് തന്നെ ഈ ബിഫാം പോലെയുള്ള പാരാമെഡിക്കൽ എഡ്യൂക്കേഷൻ തേടി കർണാടക, ആന്ധ്ര, തമിഴ്നാട് സ്ഥലങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ ധാരാളമായിട്ട് ഈ പരീക്ഷണം നടത്തുന്നതായിട്ട് നമുക്കറിയാം. അവിടെയൊക്കെ ഇത് സംഭവിക്കുന്നു. അപ്പോൾ ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രോട്ടോക്കോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വലിയ അപകടമാണ് സംഭവിക്കുന്നത്. ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു, ഈ രോഗിക്ക് ഈ മരുന്ന് പരീക്ഷണത്തിന് വിധേയരാകുന്ന ഈ രോഗിക്ക് എന്താ ഒരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ എന്താ? എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരമുണ്ടോ? എന്താ അതിന് പ്രൊട്ടക്ഷൻ? ഒരു പ്രൊട്ടക്ഷൻ അവർ പ്രത്യേകിച്ച് പറയുന്നില്ല. ഞാൻ ചോദിച്ചു, ഇൻഷുറൻസിൻ്റെ കവറേജ് ഉണ്ട്? ഇൻഷുറൻസ് ഉണ്ട്. എന്നാൽ കാണട്ടെ, അതിൻ്റെ ഒരു കോപ്പി കാണട്ടെ. അപ്പോൾ ഡോക്ടറുടെ കയ്യിലില്ല. ഡോക്ടറെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് 2 മീറ്റിംഗും കഴിഞ്ഞു പോയി. 2 മീറ്റിംഗും കൊണ്ടുവന്നില്ല. ഇത് കിട്ടാതെ ഞാൻ ഒപ്പിട്ട് കൊടുക്കില്ല എന്ന് ഘട്ടം വന്നപ്പോൾ ഡോക്ടർ കൊണ്ടുവന്നു. ഞാൻ അതിൻ്റെ ഫോം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇൻഷുറൻസിൻ്റെ ശരിക്കുള്ള ഫോം അല്ല, അത് ബജാജ് അലയൻസിൻ്റെ ഫ്രാഞ്ചൈസിയാണ്. ബജാജ് അലയൻസിൻ്റെ ഒരു ഫോമാണ്. അത് കൃത്യമായിട്ട് അത് നമുക്കൊന്നും വായിക്കാവുന്ന വലുപ്പത്തിലല്ല. ഇതൊക്കെ ഭൂതക്കണ്ണാടി വെച്ചാൽ മാത്രം വായിക്കാവുന്ന വെച്ചാൽ അങ്ങനത്തെ ചെറിയ അക്ഷരത്തിലാണ്. ആരും വായിക്കാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനിത് വളരെ ബുദ്ധിമുട്ടി വായിച്ചു നോക്കിയപ്പോഴാണ് ഇതിൽ രോഗിക്ക് യാതൊരു കവറേജും ഇല്ല, ഡോക്ടർക്കും ആസ്പത്രിക്കും മാത്രമേ കവറേജ് ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡോക്ടർക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു രോഗി പോലീസിൽ കേസ് കൊടുത്ത് അത് കോടതിയിലെത്തി ഡോക്ടർക്കെതിരായി അല്ലെങ്കിൽ ആസ്പത്രിക്കെതിരായി കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗിക്ക് കൊടുക്കേണ്ടി വരുന്ന നഷ്ടപരിഹാര തുക കമ്പനി ഡോക്ടർക്കോ അല്ലെങ്കിൽ ആസ്പത്രിക്കോ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് അതിൻ്റെ വ്യവസ്ഥ.
എന്ന് പറയുമ്പോൾ അത് രോഗിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയല്ല. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർക്കെതിരായിട്ടൊരു കേസ് കൊടുത്ത് വിജയം നേടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റ് തെളിയിക്കുന്നില്ലെങ്കിൽ ഒരു ഡോക്ടർക്കെതിരെ ഒരു കേസെടുക്കാൻ സാധിക്കില്ല. ഡോക്ടർക്കെതിരെ കേസെടുക്കണമെങ്കിൽ പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റ് തെളിയിക്കണം. അതെങ്ങനെ തെളിയിക്കാൻ പറ്റും? ഈ കൺസ്യൂമർ നിയമം നിലവിൽ വന്നതിന് ശേഷം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർമാർക്കെതിരായിട്ട് നമ്മൾ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊണ്ടുപോയാൽ ഡോക്ടർ കോടതിയിൽ ഹാജരാകണ്ട. ഡോക്ടർക്ക് പകരം ഈ IMA ഹാജരായിക്കോളും. ഡോക്ടർമാരുടെ സംഘടനയാണ് IMA. ഭയങ്കര സമ്പന്നമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഈ കോടതിയിൽ നിന്ന് അയക്കുന്ന നോട്ടീസ് ഡോക്ടർ കൊണ്ടുപോയിട്ട് IMAയിൽ കൊടുത്താൽ മതി. IMA അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് സുപ്രീം കോടതിയിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ലോയറായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ലോയർ വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കൺസ്യൂമർ കോടതിയിൽ ഇരിക്കുന്ന കൺസ്യൂമർ ഫോറത്തിലെ ജഡ്ജിമാരായിരിക്കുന്ന ഒരു റിട്ടയർഡ് ജഡ്ജിയും 2 സോഷ്യൽ വർക്കേഴ്സാണ് അവിടെ ഉണ്ടാകുക. സാധാരണ അവർ അതൊക്കെ കസേരയിൽ നിന്ന് തന്നെ പൊന്തിപ്പോകും. കാരണം ഈ വരുന്ന സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീലായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഡോക്ടർക്കെതിരെ ഒരു വിധി പറയാൻ ഒരു കോടതി തയ്യാറാകില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ രോഗിക്ക് കോടതിയിൽ പോയി ഡോക്ടർക്കെതിരെ വിധി വാങ്ങിച്ച് നഷ്ടപരിഹാരം നേടുക എന്നുള്ളത് സാമാന്യമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഞാൻ അതുകൊണ്ട് ഒപ്പിടാൻ തയ്യാറായില്ല. ഒപ്പിടാൻ തയ്യാറായതുകൊണ്ട് ആ ഡോക്ടർ എൻ്റെ സുഹൃത്ത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ അറ്റാക്ക് വന്ന് 2-3 ദിവസം അദ്ദേഹം ഒബ്സർവേഷനിൽ കിടക്കേണ്ടി വന്നു. ഈ എൻ്റെ ഒപ്പില്ലാതെ ഈ പരീക്ഷണം പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് ഘട്ടം വന്നപ്പോൾ 9 മാസം കഴിഞ്ഞു ഒരു പരീക്ഷണം തുടങ്ങിയിട്ടു. അവർ ഈ എത്തിക്സ് കമ്മിറ്റി ഒന്ന് ക്രമീകരിച്ച് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവർ എന്നെ പുറത്താക്കിക്കൊണ്ട് അത് വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സംഗതി പൂർത്തിയായി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഏഷ്യൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സിറ്റിസൺസ് അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന പേരിൽ ഒരു ബ്രിട്ടീഷ് ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ എന്താ പറയുക ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, അത് ബ്രിട്ടീഷ് ഫണ്ടിങ് ഏജൻസിയാണ്. അവരുടെ സഹായത്തോടു കൂടിയിട്ട് അമേരിക്കയിലുള്ള പാർട്ട്ണർഷിപ്പ് ഫോർ ട്രാൻസ്പാരൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരിലൂടെ ബാംഗ്ലൂരിലുള്ള പബ്ലിക് അഫയേഴ്സ് സെന്റർ എന്ന് പറയുന്ന NGOയിൽ ഒരു ഫണ്ടെത്തി. ആ ഫണ്ട് ഈ പബ്ലിക് അഫയേഴ്സ് സെന്റർ വഴിയായിട്ട് ഇന്ത്യയിൽ ഒരു 14 സ്ഥാപനങ്ങൾക്കും, പിന്നെ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, മംഗോളിയ, പിന്നെ ഫിലിപ്പീൻസ്, നേപ്പാൾ അങ്ങനെ പറയുന്ന രാജ്യങ്ങളിലേക്കും സഹായം കൊടുത്തൊരു 10-40ഓളം സംഘടനകൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. എല്ലാം തന്നെ ഈ കറപ്ഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ പല ആളുകളും ഇന്ത്യയിലത്തെ എല്ലാവരും തന്നെ ഒന്നുകിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ കറപ്ഷൻ അല്ലെങ്കിൽ ഈ റേഷൻ സമ്പ്രദായത്തിലെ കറപ്ഷനെ കുറിച്ചാണ് ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് സന്ദർഭം. ഈ വൈദ്യശാസ്ത്ര രംഗത്ത്, പ്രത്യേകിച്ച് മെഡിക്കൽ റിസർച്ച് രംഗത്തുള്ള ഈ കറപ്ഷൻ ഒന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ഞാനൊരു ചെറിയ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തു. അത് ആദ്യത്തെ കൊല്ലം അവർ അംഗീകരിച്ചു തന്നു. ആ വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമതൊരു 18 മാസം കൂടെ നീട്ടി തന്നു. ആ 18 മാസത്തിലൊരു 8-10 മാസം കഴിഞ്ഞ് 8 മാസം അടുത്ത ഈ 2012 ഓഗസ്റ്റ് 31 വരെയാണ് ഇപ്പം എനിക്ക് ഈ സപ്പോർട്ട് അവർ തരുന്നത്. ഈ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ പഠനം നടത്തുന്നതും ജനനീതിയിലത്തെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നതൊക്കെ ഈ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ നിസ്സാര തുക 65,000 രൂപ ഒരു മാസം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു 6 സ്റ്റാഫുണ്ട്, ഓഫീസിലെ മറ്റ് ചെലവുകളുണ്ട്. എല്ലാം തന്നെ ഈ സഹായം കൊണ്ടാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഘട്ടത്തിലാണ് മരുന്ന് പരീക്ഷണ രംഗത്ത് നടക്കുന്ന അഴിമതികളെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ ഞങ്ങൾ പഠിച്ചു. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചെറിയ കൈപ്പുസ്തകത്തിൽ പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു മരുന്ന് പരീക്ഷണം നടത്തേണ്ടത്, അതിൻ്റെ വിദഗ്ധമായ വിശദമായ കാര്യങ്ങളെല്ലാം അതിൽ തന്നെയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ഒരു പരീക്ഷണശാലയായിട്ടുണ്ട്. ലോകത്തിലെവിടെ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലുള്ള മരുന്ന് നിർമ്മാണ കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തിനാണ്? ഇന്ത്യയിലാണ് ഈ പരീക്ഷണം നടത്തുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ ജനസംഖ്യ തന്നെ. ഇത്രയധികം ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ ചൈനയല്ലാണ്ട് വേറെ രാജ്യം. ഇത്ര ജനസംഖ്യ, ഇത്രയധികം വൈവിധ്യമാർന്ന രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും ഇവിടെയുണ്ട്.
അറിയപ്പെടുന്ന മുഴുവൻ രോഗങ്ങളും ഇവിടെയുണ്ട്, അറിയപ്പെടാത്തവരില്ല. അപ്പോൾ രോഗങ്ങളുടെ സാന്നിധ്യം അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടും ഇവിടെ ഇത് തീരെ ചെലവില്ലാത്തൊരു പരിപാടിയാണ്. വിദേശ രാജ്യങ്ങളിൽ മരുന്ന് പരീക്ഷണം നടത്തുന്നത് വോളണ്ടിയേഴ്സിന്റെ മുകളിലാണ്, സ്വയം സന്നദ്ധരായി വരുന്ന ആളുകളുടെ മുകളിലാണ് ഈ പരീക്ഷണം നടത്തുന്നത്. അങ്ങനെ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് മരുന്ന് കമ്പനികൾ ബില്യൺസ്, ദശലക്ഷക്കണക്കിന് ഡോളർ ഓരോ വോളണ്ടിയറിനും അവർക്ക് കൊടുക്കണം. ഇത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഒന്നും കൊടുക്കണ്ട. ഇവിടെ വോളണ്ടിയറിങ്ങിന് പകരം ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് രോഗിയുടെ നിന്ന് മേടിച്ചെടുക്കുന്നത്. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുമ്പോൾ ആരുടെ ശരീരത്തിലാണോ ഈ രാസപദാർത്ഥം പരീക്ഷിക്കാൻ പോകുന്നത് അയാളുടെ ഒരു സമ്മതപത്രം വാങ്ങിച്ചെടുക്കുക എന്നുള്ളത്. ആ സമ്മതപത്രം എന്ന് പറയുന്നത് ഇൻഫോംഡ് കൺസെന്റ് എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഏത് രാസപദാർത്ഥമാണ് ഈ വ്യക്തിയുടെ മേൽ പരീക്ഷിക്കുന്നത്, അതേത് കമ്പനി ഉണ്ടാക്കുന്നതാണ്, എത്ര കാലത്തേക്കാണ് പരീക്ഷിക്കാൻ പോകുന്നത്, ഈ പരീക്ഷണ കാലത്തും അതിന് ശേഷമുള്ള കാലത്തും ഈ വ്യക്തിയിൽ ഉണ്ടാകാവുന്ന സംഭവിക്കാവുന്ന മാറ്റങ്ങളും ചെറിയ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള കഷ്ടപ്പാടുകൾ എന്തൊക്കെയായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തതിന് ശേഷം എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി മറ്റ് സമ്മർദ്ദങ്ങളൊന്നും കൂടാതെ കൊടുക്കുന്ന ഒരു സമ്മതത്തെയാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യക്തികളിൽ നിന്ന്, രോഗികളിൽ നിന്ന് കൺസെന്റ് വാങ്ങിച്ചെടുത്തുകൊണ്ട് ഈ പരീക്ഷണം നടത്താൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ പിന്നെ അതിന് വേറെ കോമ്പൻസേഷൻസ്, പാരിതോഷികങ്ങളൊന്നും ഇല്ല. ഏഷ്യൻ രാജ്യങ്ങളിൽ നടത്തുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്ന പരീക്ഷണങ്ങളെല്ലാം ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ മരുന്ന് കമ്പനികൾക്ക് ഇവിടെ 10 പൈസ ചെലവില്ല. ഈ അർത്ഥത്തിൽ അവരുടെ ചെലവെന്ന് പറയുന്നത് ഈ പരീക്ഷണം നടത്തുന്ന ഡോക്ടർമാർ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വ്യവസ്ഥയനുസരിച്ച് ഞാനൊരു ഡോക്ടറാണെങ്കിൽ, ഇപ്പൊ ഇദ്ദേഹം എന്റെ രോഗിയാണെങ്കിൽ, ഈ ഡോക്ടർ അദ്ദേഹത്തിന്റെ രോഗിയുടെ മേൽ പരീക്ഷണം നടത്താൻ പാടില്ല. കാരണം ഡോക്ടർ രോഗി ബന്ധം എന്ന് പറയുന്നത് വളരെ ദിവ്യമാണ് നമ്മുടെ രാജ്യത്ത്. ഒരു ഡോക്ടർ ഒരു കാര്യം രോഗിയോട് ചോദിച്ചാൽ രോഗിക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ അത്രയും വിധേയത്വമുണ്ട് ഡോക്ടർമാരോട്. അതുകൊണ്ട് ഡോക്ടർ ഒരിക്കലും നടത്താൻ പാടില്ല എന്നാണ് ഇതിന്റെ വ്യവസ്ഥ. പകരം ഒരു ഇൻവെസ്റ്റിഗേറ്റർ, ഡോക്ടർ ഒഴികെ വേറെ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ്, ഒരു ഇൻവെസ്റ്റിഗേറ്റർ, ഒരു ഗവേഷകൻ വേണം ഇതിനുള്ള സമ്മതപത്രം ചോദിക്കാൻ. അപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ വന്ന് സമ്മതം ചോദിക്കുകയാണെങ്കിൽ രോഗിക്ക് പറയാ, എനിക്ക് വേണ്ട, എനിക്കത് പേടിയാണ്, അല്ലെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യുക, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാം. പക്ഷെ സ്വന്തം ചികിത്സിക്കുന്ന ഡോക്ടർ വന്ന് ചോദിച്ചാൽ രോഗിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഡോക്ടർ ഈ ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, ഇന്ത്യയിൽ ഏറ്റവും ഈ വൈദ്യശാസ്ത്ര രംഗത്ത്, പ്രത്യേകിച്ച് ഗവേഷണ രംഗത്ത് ആധികാരികമായിട്ടുള്ള ഒരേ ഒരു സ്ഥാപനം ഈ ICMR ആണ്, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. അവരുടെ ഗൈഡ് ലൈൻ അതാണ് ഞാൻ തന്നിരിക്കുന്നത്. ആ ഗൈഡ് ലൈൻ പറയുന്നത് ഡോക്ടർമാർ സ്വന്തം രോഗിയുടെ മേൽ ഇത് പരീക്ഷണം നടത്താൻ പാടില്ല എന്നാണ്. പക്ഷെ ഇന്ത്യയിൽ, കേരളത്തിൽ മുഴുവൻ നടക്കുന്ന മുഴുവൻ പരീക്ഷണങ്ങളും തന്നെ ഡോക്ടർമാർ അവരുടെ രോഗികളുടെ മേലെ പരീക്ഷിക്കുന്നു. അത് ഈ ഇൻഫോംഡ് കൺസെന്റ് വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് പോലും എല്ലാവരുടെ കേസിലും ഇൻഫോംഡ് കൺസെന്റ് വാങ്ങിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കടലാസ് കൊണ്ട് ഒപ്പിട്ടേക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ചികിത്സയുടെ ഭാഗമായിട്ടാണെന്ന് കരുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്റെ ശരീരത്തിലും പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള രോഗി അറിയുന്നില്ല, രോഗിയുടെ കുടുംബക്കാരറിയുന്നില്ല, ബന്ധുക്കൾ ആരും അറിയുന്നില്ല. അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിട്ട് അതിനെ ഇൻഫോംഡ് കൺസെന്റ് ആക്കി മാറ്റി ഈ പാവപ്പെട്ട രോഗിയുടെ മേൽ ഇത് പരീക്ഷണം നടത്തിയിട്ടാണ് ഈ ഡോക്ടർമാരൊക്കെ അനധികൃതമായിട്ട് ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കും. ഈ പരീക്ഷണം നടത്തുന്ന ഡോക്ടർമാർക്ക് മരുന്ന് കമ്പനികൾ കൊടുക്കുന്ന ഈ പ്രത്യുപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. കോടിക്കണക്കിന് ഉറുപ്പിക നേരിട്ട് കൊടുക്കുന്നത്, കോടിക്കണക്കിന്, ചെറുതൊന്നുമല്ല. അതിന് പുറമെയാണ് ഈ ഡോക്ടർമാർക്ക് അവരുടെ കുടുംബസമേതം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സമേതം കരീബിയൻ ഐലൻഡ്സ്, ഹോങ്കോങ്, സിംഗപ്പൂർ പോലെയുള്ള ഏറ്റവും സുന്ദരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഹോളിഡേ, ഒരാഴ്ച 2 ആഴ്ച ഹോളിഡേ ചെയ്യാനുള്ള മുറികൾ, ടിക്കറ്റ്, ഫ്രീ ടിക്കറ്റ്, ഇന്ത്യയിൽ എവിടെ വേണേലും സമ്മേളനങ്ങൾക്കൊക്കെ പോകാനുള്ള ഫ്രീ ടിക്കറ്റുകൾ, ഇതെല്ലാം ഓഫർ ചെയ്യുന്നു. മക്കൾക്ക് വിദേശത്തും നാട്ടിലൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ, സ്കോളർഷിപ്പ്, ഇവിടെയുള്ള സെൽഫ് ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ 50-60 ലക്ഷം കൊടുത്ത് സീറ്റ് മേടിച്ചു കൊടുക്കുക തുടങ്ങിയ ഭീകരങ്ങളായിട്ടുള്ള എന്താ പറയുക ഇൻസെന്റീവ്സ് ആണ് ഡോക്ടർമാർക്ക് ഈ മരുന്ന് കമ്പനികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഡോക്ടർമാർ വലിയ തുക വാങ്ങിച്ച് ഈ രോഗിയുടെ മേൽ പരീക്ഷണം നടത്തുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം അറിയേണ്ടത്, പണ്ട് ഈ മരുന്ന് പരീക്ഷണങ്ങൾ എല്ലാ കാലത്തും ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് സംഭവം നടക്കുന്നതല്ല.
മരുന്ന് പരീക്ഷണം പാടില്ല എന്നുള്ളൊരു നിലപാട് നമുക്കില്ല കേട്ടോ. അത് നിങ്ങളൊന്ന് ദയവായിട്ട് മനസ്സിലാക്കണം. മരുന്ന് പരീക്ഷണങ്ങൾ വേണം, പുതിയ മരുന്നുകൾ ഉണ്ടാകണം, രോഗങ്ങൾ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മരുന്നുകൾ ആവശ്യം. മരുന്ന് പരീക്ഷണത്തിന് വിധേയരാകുന്ന അല്ലെങ്കിൽ ആരുടെ ശരീരത്തിലാണോ മരുന്ന് പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ആ രോഗികൾക്ക് നീതി നിഷേധിക്കപ്പെടരുത് എന്നത് മാത്രമാണ് നമ്മുടെ നിലപാട്. അതായത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി, നിയമങ്ങൾക്ക് വിധേയമായി, നിരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ട് വേണം ഓരോ മരുന്ന് പരീക്ഷണവും നടത്താൻ. അതിൻ്റെ ഇടയിൽ കറപ്ഷൻസ് പാടില്ല, അതിൻ്റെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ പാടില്ല എന്നതാണ് നമ്മുടെ നിലപാട്. ഇന്ത്യയിലേക്ക് ഈ പരീക്ഷണങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള വേറൊരു കാരണമുണ്ട്. രണ്ടാമത്തെ കാരണം, ഇത് നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരു നിയമവും ഇല്ലായിരുന്നു. ഇന്ത്യയിൽ ഇന്ന് വരെ 2007 മുതൽ പാർലമെന്റിൽ ഒരു ബില്ല് വന്നു കിടപ്പുണ്ട്. അത് ചർച്ചയ്ക്ക് എടുക്കാൻ ഇവിടുത്തെ മരുന്ന് കമ്പനികളെ സമ്മതിക്കുന്നില്ല. അത്രയും സ്ട്രോങ് ആണ് ഇവിടുത്തെ ലോബി എന്ന് പറയുന്നത്. മരുന്ന് പരീക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് ഒരു നിയമവും നിലവിലില്ല. പകരം നമുക്കുള്ളത് ഈ ഗൈഡ് ലൈനാണ്. നമുക്ക് ഉള്ളത് ഗൈഡ് ലൈനാണ്, ഈ മാർഗരേഖയാണ്. ഒരു ഗൈഡ് ലൈൻ, ഈ നിയമമില്ലാത്തത് കൊണ്ട് ഈ ഗൈഡ് ലൈൻ ഈസ് ആസ് ഗുഡ് ആസ് എ ലോ. അതാണ് നിയമത്തിന് തുല്യമാണ്. പക്ഷെ ഈ ഗൈഡ് ലൈൻ ആകുമ്പോൾ അതിന് പീനൽ പ്രൊവിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡാണ്, ഒരു ധാർമ്മിക നൈതിക നിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അത് ആരെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. കാരണം ശിക്ഷിക്കാനുള്ള പ്രൊവിഷൻ അതിൽ കൊടുത്തിട്ടില്ല. നിയമമാകുമ്പോൾ ഒരു നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യണം, എന്താണ് കൊടുക്കേണ്ട ശിക്ഷ, കാര്യങ്ങളെല്ലാം തന്നെ ആ നിയമത്തിന്റെ ഭാഗമായിട്ട്, അതിന്റെ റൂൾസ്, അതിന്റെ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകും. ഇതിൽ അതങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിയമം ഇല്ലാത്തത് കൊണ്ട് ലംഘകന്മാർക്ക് ഒന്നും പേടിക്കാനില്ല, ഇത് ലംഘിക്കുന്നവർക്ക് ഒന്നും പേടിക്കാനില്ല. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് പരീക്ഷണങ്ങൾ ഇത്ര അധികമായിട്ട് വരുന്നത്. മൂന്നാമതൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷനൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലായതുകൊണ്ട് നമ്മുടെ ഡോക്ടർമാർക്ക് നല്ല ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ട്. അപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്. ചൈന പോലൊരു രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ ഒരു വലിയ പരീക്ഷണശാലയായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഇന്ത്യയിലുള്ള DCGP, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് DCGI, ഡയറക്ടർ കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മരുന്ന് കൺട്രോളർ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഒരു കൊല്ലം 18,000 കോടി ഉറുപ്പികയാണ് ഇതിന്റെ ലൈസൻസ് ഫീ ആയിട്ട് ഇന്ത്യക്കുള്ള റവന്യൂ എന്ന് പറയുന്നത്. ഈ റവന്യൂ നഷ്ടപ്പെടാൻ ഗവൺമെന്റിന് താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ എത്രയധികം മരിച്ചു പൊക്കോട്ടെ, റവന്യൂ നഷ്ടപ്പെടരുത് എന്നുള്ളതാണ്. ഈ മരുന്ന് പരീക്ഷണത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പരീക്ഷണം തുടങ്ങുന്ന സമയത്ത് ചികിത്സ നിർത്തിവെക്കുന്നു എന്നുള്ളതാണ്. ടിപ്പിക്കൽ ഉദാഹരണം നമ്മൾ സാർക്ക് ഓർക്കുന്നുണ്ടാവും, 2002 RCC നടന്ന പരീക്ഷണം. തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിൽ 27 ക്യാൻസർ രോഗികൾ മരിക്കാനിടയായി. ക്യാൻസർ രോഗം നമുക്കറിയാം, ക്യാൻസർ രോഗത്തിന്റെ തുടക്കത്തിൽ അത് തിരിച്ചറിയുകയാണെങ്കിൽ, തുടക്കത്തിൽ തന്നെ ആ ക്യാൻസർ രോഗം വന്ന ഭാഗം ഒരു ഓപ്പറേഷൻ നടത്തി മുറിച്ച് മാറ്റിയാൽ പിന്നെ ദീർഘകാലം അയാൾക്ക് ജീവിക്കാം. ജീവിച്ചവരെ നമുക്ക് പരിചയമുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അത് തുടക്കത്തിൽ ചെയ്തില്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട്, ഏതാനും ആഴ്ചകൾ കൊണ്ട് ഈ വൈറസ് ശരീരം മുഴുവൻ പടരുകയും അതിന്റെ 2nd, 3rd, 4th സ്റ്റേജിലേക്ക് കടക്കുകയും ഏതാനും ആഴ്ചകൾ കൊണ്ട് ആൾ പോവുകയും ചെയ്യും. 2002 RCCയിൽ അമേരിക്കയിലുള്ള ഹോപ്കിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മാതാമ്മ ഒരു പരീക്ഷണമായിട്ട് വരികയാണ്. അവർ പരീക്ഷണത്തിന് വന്ന് RCC ഡയറക്ടർക്കും സ്ഥാപനത്തിനൊക്കെ നല്ല തുക ഡൊണേഷനൊക്കെ കൊടുത്ത് ഈ 27 രോഗികളുടെ മേലുള്ള ക്യാൻസർ ചികിത്സ സസ്പെൻഡ് ചെയ്യുകയാണ്. ഈ മാതാമ്മയുടെ പരീക്ഷണം പൂർത്തിയാക്കാൻ വേണ്ടി 9 മാസക്കാലം ചികിത്സ സസ്പെൻഡ് ചെയ്യും. ഇതാണ് അതിന്റെ ക്രൈം എന്ന് പറയുന്നത്. ചികിത്സ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ രോഗികൾ മുഴുവൻ പെട്ടെന്ന് മരിച്ചു. അതിൽ അവസാനം മരിച്ചത് തൃശ്ശൂർ ജില്ലയിൽ മാളക്കടുത്ത് കുണ്ടൂർ കുഴുവെടുന്ന സ്ഥലത്ത് ഒരു ചേട്ടനാണ് മരിച്ചത്. അവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അവരുടെ വീട്ടുകാർക്ക് പരാതി ഉണ്ടെങ്കിൽ ഒരു കേസെടുക്കാൻ വേണ്ടി തന്നെ പോയിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് ആർക്കും ഡോക്ടർമാർക്കെതിരെ കേസെടുക്കാൻ താല്പര്യമില്ല. ഈ അങ്ങനെ സസ്പെൻഡ് ചെയ്യാതെ പരിശോധിക്കാനൊക്കെ
ക്യാൻസർ രോഗികളുടെ ചികിത്സ സസ്പെൻഡ് ചെയ്യാതെ ആ പരീക്ഷണം നടത്താൻ. അത് പരീക്ഷണം, അതാണ് എൻ്റെ അപകടം. പരീക്ഷണം നടത്താതെ പറ്റില്ല. പരീക്ഷണം നടത്തുന്നത് രോഗി അറിഞ്ഞിട്ടല്ല. അതാണ് അതിന്റെ കറക്ഷൻ. നമ്മൾ പറയുന്നത് രോഗിക്ക് ന്യായമായി കിട്ടേണ്ടിയിരുന്ന ഒരു ചികിത്സ നിഷേധിച്ചുകൊണ്ട് രോഗിയുടെ സമ്മതമില്ലാതെ, അറിവില്ലാതെ രോഗി ഡോക്ടറെ വിശ്വസിക്കുകയാണ്. എൻ്റെ ഡോക്ടർ എന്നെ ചതിക്കില്ല എന്ന ഡോക്ടറിൽ നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസത്തെ, ഒരു ട്രസ്റ്റിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഈ ഡോക്ടറിന് ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് രോഗികൾക്ക് മരിക്കാനിടയായിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ വയലേഷൻ. പക്ഷെ 27 പേര് മരിച്ചിട്ട് ഒറ്റ കേസുമില്ല. കാരണം ഒന്ന്, രോഗികൾക്ക് ഇതൊക്കെ മരിച്ചു പോയാൽ പോലും തൻ്റെ ഡോക്ടർക്കെതിരെ ഒരു കേസെടുക്കാൻ ഒരു രോഗിയും തയ്യാറാകില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ സൊസൈറ്റിയുടെ പ്രത്യേകതയാണ്. നമുക്ക് അത്രയധികം ഡോക്ടർമാരോട് വിശ്വാസവും ഭക്തിയുമാണ്, വിധേയത്വവുമാണ്. നമ്മളാരും കേസെടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന്. രണ്ട്, കേസെടുക്കണമെങ്കിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ? ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് സംബന്ധിച്ച ഒരു തെളിവും ഒരിടത്തും ഇല്ല എന്നുള്ളത്. അതിന് പറയുന്ന ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ICMRന്റെ ഗൈഡ് ലൈനിൽ കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസ് ഉണ്ട്. കോൺഫിഡൻഷ്യാലിറ്റി ICMR ഉദ്ദേശിക്കുന്നത് 2 തരത്തിലാണ്. ഇപ്പൊ എന്റെ ശരീരത്തിൽ ഒരു മരുന്ന് പരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ എന്റെ അനുവാദവും അറിവും കൂടാതെ എന്റെ പേര് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. എന്റെ കുടുംബത്തിന്റെ പേര്, എന്റെ വ്യക്തിപരമായ മറ്റു വിശദാംശങ്ങൾ, എന്റെ DNA തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്റെ അറിവില്ലാണ്ട് പബ്ലിഷ് ചെയ്യരുത് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മരുന്ന് പരീക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരു സയന്റിഫിക് റിസൾട്ട് ഉണ്ട്. ആ സയന്റിഫിക് റിസൾട്ട് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഈ കമ്പനിക്കാർ മരുന്നാക്കുന്നതിന് മുമ്പ് വേറെ പോയിട്ട് മോഷ്ടിച്ചെടുത്ത് കമ്പനി മരുന്നുണ്ടാക്കും. അപ്പൊ അതിന് സയന്റിഫിക് റിസൾട്ട് എന്ന് പറയുന്നത് അത് അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അത് കോൺഫിഡൻഷ്യലാണ്. ഇതല്ലാതെ ആസ്പത്രിയിൽ ഈ രോഗിയെ സംബന്ധിച്ച് യാതൊരു രേഖയും ശേഷിക്കുന്നില്ല എന്നുള്ളത്. RCC ചെന്ന് കഴിഞ്ഞാൽ 27 രോഗികളെ കുറിച്ച് ഒരു വിവരം ഉണ്ടാകും. ഏത് മരുന്നാണ് ചെയ്ത്, ഏത് ഡോക്ടറാണ് ചെയ്ത്, ഏത് കാലത്താണ്, ഒന്നുമില്ല. അങ്ങനെ ഹൈക്കോടതിയിലത്തെ വിൻസെന്റ് പാലിക്കുളങ്ങര എന്ന് പറയുന്ന ഒരു കഴിവ് സമർത്ഥനായ ഒരു വക്കീലുണ്ട്. അയാളൊരു ശ്രമം നടത്തി നോക്കിയതാണ്. അയാളെ ഞാൻ പോയി കണ്ടു. അയാൾക്ക് പറഞ്ഞ ഒന്നും കിട്ടിയില്ല, ഒരു വിവരം കിട്ടിയില്ല. അതുകൊണ്ട് കേസെടുക്കാനേ കഴിഞ്ഞില്ല. പിന്നെ ആളുകളുടെ സഹകരണം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ പരീക്ഷണം പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മെഡിക്കൽ കോളേജുകളിൽ വന്ന് മെഡിക്കൽ കോളേജിന്റെ മാനേജ്മെന്റുമായിട്ട് ദീർഘമായ സംഭാഷണങ്ങൾ നടത്തി ഉണ്ടാക്കുന്ന ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, MOU, അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മരുന്ന് പരീക്ഷണങ്ങളെല്ലാം തുടങ്ങിയിരുന്നത്. അപ്പോഴെന്താന്ന് വെച്ചാൽ, അത് സംബന്ധിച്ച ഒരു ധാരണാപത്രം ഉൾപ്പെട്ടിട്ടുണ്ടാവും. ആ ധാരണാപത്രം എങ്കിലും വെച്ചിട്ട് നമുക്കൊരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോഴത്തെ പ്രത്യേകത, ഗ്ലോബലൈസേഷന് ശേഷമുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം ഒരു ഗ്ലോബൽ മാർക്കറ്റായി വന്നല്ലോ. മാർക്കറ്റായി വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മരുന്ന് ഉൽപാദനവും ചികിത്സയും ആരോഗ്യവും ആസ്പത്രിയും എല്ലാം തന്നെ മാർക്കറ്റാണ്. അങ്ങനെ മാർക്കറ്റായി വന്നു കഴിഞ്ഞപ്പോൾ മരുന്ന് കമ്പനികൾ ഒരിടത്തും രംഗപ്രവേശം ചെയ്യുന്നില്ല. മരുന്ന് കമ്പനികൾക്ക് പകരം രംഗത്ത് വരുന്ന ആരാന്ന് വെച്ചാൽ കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷൻസ് ആണ്. ഈ കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യപ്പെട്ട വോളണ്ടറി കമ്പനികളാണ്. പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കമ്പനികൾ, ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില വ്യവസായ സംരംഭങ്ങളാണ് ഈ CRO, കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇത് വേൾഡ് ഓവർ ഉള്ള സംഗതിയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത്, കേരളത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ സർവ്വ പട്ടണങ്ങളിലും ഈ ധാരാളമായിട്ട്, എറണാകുളത്തൊക്കെ ഡസൻ കണക്കിനുണ്ട്, തൃശ്ശൂരിലും ഗുരുവായൂരും കുന്നംകുളത്തും ഒക്കെ ഉണ്ട് ഈ റിസർച്ച് ഓർഗനൈസേഷൻസ്. മെഡിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ പല പേരിലേക്ക് അറിയപ്പെടുന്നത്. CRO ആണ്, കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരുടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ബോഡി വലിയ തോതിൽ, അതായത് ദശലക്ഷക്കണക്കിന് കോടികൾ, ബില്യൺസ് രൂപയ്ക്ക്, ഡോളറിന് ഇത് ബിഡ് ചെയ്തെടുക്കുകയാണ്, ലേലം വിളിച്ചെടുക്കുകയാണ്. ഇത് ഓരോ മരുന്ന് കമ്പനികളും 100 കണക്കിന് പുതിയ കെമിക്കൽസ് രൂപപ്പെടുത്തുന്നുണ്ട്, ഫോം ചെയ്തെടുക്കുന്നുണ്ട് ഓരോരോ രോഗങ്ങൾക്കായിട്ട്. അത് മുഴുവനും മനുഷ്യരിൽ പരീക്ഷിച്ചെടുക്കാനുള്ള ലേലം വിളിച്ചിങ്ങനെ കോൺട്രാക്റ്റിൽ വിളിച്ചെടുക്കുകയാണ് ഈ കമ്പനികൾ ചെയ്യുന്നത്. ഈ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനികൾ ചെയ്യുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ ലോക്കൽ ഏജൻസികളുണ്ട്, അവരുടെ അക്രഡിറ്റഡ് ഓർഗനൈസേഷൻസ് ഉണ്ട് നാട്ടിലൊക്കെ ഉള്ളത്.
അവരിലേക്ക് ഇത് കൈമാറിയിട്ട് ഈ ക്രോകളുടെ ലോക്കൽ അക്രഡിറ്റഡ് ഓർഗനൈസേഷൻസ് മെഡിക്കൽ കോളേജുകളുടെ മാനേജ്മെന്റുകളിലേക്ക് എത്തുന്നില്ല, പ്രൈവറ്റ് ആസ്പത്രികളുടെ മാനേജ്മെന്റുകളിലേക്ക് എത്തുന്നില്ല. അവർ പോകുന്നത് നേരെ ഡോക്ടർമാരുടെ അടുത്തേക്കാണ്. നല്ല തിരക്കുള്ള ഡോക്ടർമാര്, പ്രഗത്ഭന്മാരായ ഡോക്ടർമാര്, അറിയപ്പെടുന്ന ഡോക്ടർമാര് അവരുടെ അടുത്ത് ചെന്ന്, അവരുടെ കൺസൾട്ടിംഗ് റൂമിൽ ചെന്ന്, അല്ലെങ്കിൽ അവരുടെ വീടുകളിലെ പ്രൈവറ്റ് ക്ലിനിക്കിൽ ചെന്ന്, ലബോറട്ടറികളിൽ ചെന്ന്, നല്ല തിരക്കുള്ള ലബോറട്ടറികളിലൊക്കെ ചെന്ന് അവരുമായിട്ട് അത്യാവശ്യം നീക്കുപോക്കുകളൊക്കെ നടത്തി അവർ കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് അവരുടെ സമ്മതത്തോടു കൂടിയിട്ട് രോഗികളിൽ ഇത് പരീക്ഷിച്ച് അതിന്റെ റിസൾട്ട് എടുത്ത് ആ റിസൾട്ടാണ് മരുന്ന് കമ്പനികൾക്ക് ഇവർ കൈമാറുന്നത്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മരുന്ന് കമ്പനികൾ ഒരിക്കലും രംഗത്ത് വരുന്നില്ല. മരുന്ന് കമ്പനികളുടെ പേരിൽ നമുക്കൊരു കേസെടുക്കാൻ പറ്റില്ല. കാരണം ദേ ആർ നോട്ട് എ പാർട്ടി ടു ദ ഇഷ്യൂ. അവരുടെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. പല സംഭവങ്ങളിലും ആസ്പത്രി മാനേജ്മെന്റ് ഇത് അറിയുന്നില്ല. ആസ്പത്രി മാനേജ്മെന്റിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. ഡോക്ടറെ അടുത്ത് നിന്ന് ഡോക്ടറുടെ ഒരു തെളിവുമില്ല. ഡോക്ടറെ നിങ്ങൾ എന്തായി പറയണത്? നമ്മൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. അത് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇത് ഒരു നീതി എന്ന് പറയുന്നത് നമുക്കിതിൽ ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പഠനം തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ആർഗ്യുമെന്റ്, ഇങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്ന രോഗികളുണ്ടെന്നുള്ള ഒരു ആർഗ്യുമെന്റ് ആദ്യം തന്നെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് തീർക്കണ്ടേ. അതിന് മരുന്ന് പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ള കുറച്ച് രോഗികളെ കണ്ടെത്തണ്ടേ. തിരുവനന്തപുരത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നടക്കുന്നത്. അനേകം സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ട് ഈ പരീക്ഷണം. ആസ്പത്രികളിലും ലബോറട്ടറികളിലും അല്ലാതെ ബോർഡ് പോലും വെക്കാത്ത സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്നുണ്ടോ. ഞാനിവിടെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വെച്ചു ഒരു 10 മാസത്തോളം. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോയതല്ലാതെ ഒരാളെയും കിട്ടിയില്ല. അത്രയും ടോപ്പ് സീക്രട്ടാണ് ഈ കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് തൃശ്ശൂരിൽ തന്നെ എൻ്റെ സമീപത്ത് തന്നെ എനിക്കൊരു 10 പേരെ കിട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തൃശ്ശൂരിൽ ഇപ്പോൾ പല മെഡിക്കൽ കോളേജുകളും, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഈ പ്രൈവറ്റ്, അതിലൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജിയുടെ ഹെഡ്, നെഫ്രോളജി എന്ന് പറഞ്ഞ് കിഡ്നി സംബന്ധമായ രോഗം, അപ്പൊ നെഫ്രോളജിയുടെ ഹെഡായിരിക്കുന്ന പ്രഗത്ഭനായ ഒരു ഡോക്ടർ. അദ്ദേഹം പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന്റെ ഫാദർ അതിനേക്കാളും ഓൾ ഇന്ത്യ ഫേമസ് ആണ്. റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. അദ്ദേഹം കേരളത്തിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഉണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് ഈ നെഫ്രോളജിയുടെ ഹെഡ് ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ്. അദ്ദേഹം ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കുമ്പോൾ തന്നെ തൃശ്ശൂരിലും മലപ്പുറം പാലക്കാട് ജില്ലകളിലുമുള്ള പല സ്വകാര്യ ആസ്പത്രികളിലും ഒരു കൺസൾട്ടന്റ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ഡോക്ടർ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അനധികൃതമായിട്ടൊരു മരുന്ന് പരീക്ഷണം തുടങ്ങി ഈ കിഡ്നി രോഗികളുടെ മേൽ. അനധികൃതമെന്ന് ഞാൻ പറയാൻ കാരണം 2009 ജൂലൈ 15-ാം തീയതിക്ക് ശേഷം മരുന്ന് പരീക്ഷണം ഇന്ത്യയിൽ എവിടെയെങ്കിലും നടത്തണമെങ്കിൽ ഈ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ വെബ്സൈറ്റിൽ പോയി അവരുടെ രജിസ്ട്രിയിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ പരീക്ഷണം തുടങ്ങാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. അങ്ങനെ ഞാൻ ഇവരുടെ രജിസ്ട്രിയിൽ പോയി നോക്കിയപ്പോൾ ഈ ഡോക്ടറുടെ ഈ പരീക്ഷണം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് അനധികൃതമാണെന്ന് തന്നെ പറയാൻ കാരണം. ഈ അനധികൃതമായിട്ട് അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച ഈ മരുന്ന് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ പല സ്വകാര്യ ആസ്പത്രികളിലും പോകുന്നതാണ് കൺസൾട്ടന്റായി. അതിൽ ഒരു സ്വകാര്യ ആസ്പത്രിയിൽ ഇദ്ദേഹം 100-ലധികം കിഡ്നി രോഗികളുടെ മേല് ഈ പരീക്ഷണം നടത്തി. അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ, അവിടുത്തെ ആസ്പത്രി മാനേജ്മെന്റോ ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റി ആരും അറിഞ്ഞിട്ടില്ലേ സംഭവം. അവിടെ ഒരു എത്തിക്സ് കമ്മിറ്റി ഇല്ല ആസ്പത്രിയിൽ. അവിടെ മരുന്ന് പരീക്ഷണങ്ങൾ വേറെ നടന്നിട്ടുമില്ല. അതുകൊണ്ടാണ് എത്തിക്സ് കമ്മിറ്റി ഇല്ലാത്തത്. പക്ഷെ ഈ ഡോക്ടർ ഒരു നേഴ്സിന്റെ സഹായത്തോടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ പരീക്ഷണം അതൊന്ന് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആ നേഴ്സിന്, നേരത്തെ പറഞ്ഞ കോൺട്രാക്ട് റിസർച്ച് ഓർഗനൈസേഷൻ, കൊച്ചിയിലുള്ള ഒരു പാർട്ടിയാണ്, അവർ നേഴ്സിന് ഒരു 2 വീലർ, ഒരു സ്കൂട്ടർ സമ്മാനം കൊടുത്തു. നേഴ്സ് സ്കൂട്ടറിൽ വരാൻ തുടങ്ങിയപ്പോൾ മറ്റ് നേഴ്സുമാർക്ക് കുറച്ച് അസൂയ വരുത്തി. അപ്പൊ അസൂയ വരുത്ത നേഴ്സുമാര് അങ്ങനെ കുശുമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് വരുത്തി ഇത് മാനേജിംഗ് ഡയറക്ടർ എടുത്തെത്തി. മാനേജിംഗ് ഡയറക്ടർ നേഴ്സിനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇവിടെ 100-ലധികം രോഗികളുടെ മേല് ഈ മരുന്ന് കുത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ആ ഡോക്ടറെ അപ്പം തന്നെ അവിടുന്ന് പുറത്താക്കി മാനേജിംഗ് ഡയറക്ടർ. പുറത്താക്കിയാലും ആ ഡോക്ടർ ഒരു മെഡിക്കൽ കോളേജിലെ ഹെഡാണ്,
വേറെ ഒരുപാട് ആസ്പത്രികളിൽ പോകുന്നുണ്ട്. ഞാൻ പാലക്കാട് എന്താ പറയുക, പാലക്കാട് ആലത്തൂർ എന്ന സ്ഥലമുണ്ട്. അവിടെ ക്രഷൻ്റെ ആസ്പത്രിയിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വക്കീൽ പനി പിടിച്ച് കിടക്കുമ്പോൾ ഞാൻ അവിടെ കാണാൻ ചെന്നപ്പോൾ അവിടെ ഡോക്ടർമാരുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയുണ്ട് ഈ പറയുന്ന ഡോക്ടറുടെ പേര്, ആലത്തൂർ എന്ന് പറഞ്ഞാൽ. ഈ ഡോക്ടർ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. അവിടെയൊക്കെ ഈ പരീക്ഷണം നടന്നിട്ടുണ്ടായിരിക്കണം എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അപ്പോൾ ഈ ഡോക്ടറെ പുറത്താക്കി കഴിഞ്ഞപ്പോഴാണ് വാർത്ത അവിടെ പ്രചരിച്ച്. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളായ ചില ഡോക്ടർമാർ, അവിടെ ജോലി ചെയ്യുന്ന ചില ഡോക്ടർമാരുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ടവർ, അവർ വഴിയായിട്ടാണ് ഞാനിത് അറിയുന്നത്. അങ്ങനെയാണ് 10 രോഗികളെ ഞാൻ പോയി കണ്ടുപിടിക്കുന്നത്. ആ 10 പേരിൽ 8 പേര് ഇപ്പോൾ മരിച്ചു പോയി, 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. ഇത് രോഗികൾ ആരും അറിയാതെ നടത്തിയിട്ടുള്ള പരീക്ഷണമാണ്. അങ്ങനെയാണ് ഈ പരീക്ഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ബോഡി എന്ന് പറയുന്നത് ഈ എത്തിക്സ് കമ്മിറ്റിയാണ്. ഒരു ആസ്പത്രിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലും പരീക്ഷണം നടക്കുന്ന ഏതൊരു സ്ഥാപനത്തിലും ഒരു എത്തിക്സ് കമ്മിറ്റി ഉണ്ടായിരിക്കണമെന്നും ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു ചെയർമാൻ വേണമെന്നും അതിൽ മിനിമം 11 പേരെങ്കിലും ഉണ്ടായിരിക്കണമെന്നും അവരിൽ പിന്നെ ഈ ആസ്പത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെമ്പർ സെക്രട്ടറി മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആസ്പത്രിയുടെ ബന്ധപ്പെട്ടവരാകാൻ പാടില്ല. ഇതിൽ ചെയർമാനായിരിക്കുന്ന ആൾ ഒരു കാരണത്താലും ആസ്പത്രിയുമായിട്ടോ ആസ്പത്രിയുടെ മാനേജ്മെന്റായിട്ടോ പരീക്ഷണം നടത്തുന്ന ഡോക്ടറായിട്ടോ ബന്ധമോ പരിചയമോ സൗഹൃദമോ ഉള്ള ആളാകാൻ പാടില്ല. അത്രയും കർശനമായ വ്യവസ്ഥകളോടുകൂടിയിട്ടാണ് ഈ എത്തിക്സ് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു എത്തിക്സ് കമ്മിറ്റി ഒരുവിധം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയണമെങ്കിൽ അത് ഈ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ ചിത്ര മെഡിക്കൽ സെന്റർ മാത്രമാണ്. ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിലെ എത്തിക്സ് കമ്മിറ്റി ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിയുടെ ചെയർമാൻഷിപ്പിൽ ഇന്ത്യയിൽ ബോംബെയിലും കൽക്കട്ടയിലൊക്കെ ഉള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ചില ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അവരുടെ മാസം തോറും ഒരു മീറ്റിംഗ് കൂടുന്നതിന് ഇവർക്കൊക്കെ വിമാനത്തിൽ ടിക്കറ്റ് അയച്ചു കൊടുത്ത് വരുത്തിയിട്ടാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അവർ വളരെ ഗൗരവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്രീ ചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ മാത്രമേ ഒരു എത്തിക്സ് കമ്മിറ്റി ശരിയായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള എത്തിക്സ് കമ്മിറ്റികൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് കാര്യം പറഞ്ഞ സ്വകാര്യ ആസ്പത്രിയിൽ നിന്ന്, ഈ ആസ്പത്രിയിലെ എത്തിക്സ് കമ്മിറ്റി ഇപ്പോൾ ഉണ്ട്. ആ കമ്മിറ്റിയിലെ ചെയർമാൻ എന്ന് പറയുന്നത് അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു കോളേജ്, ആ കമ്മ്യൂണിറ്റി നടത്തുന്ന ഒരു കോളേജിലെ പ്രിൻസിപ്പളാണ്. ആ പ്രിൻസിപ്പൾ ഒരിക്കലും ആ കമ്മ്യൂണിറ്റി ഈ മീറ്റിങ്ങുകൾക്കും വരാറില്ല. വല്ലപ്പോഴും അദ്ദേഹം വന്നിട്ട് ഈ രജിസ്റ്ററിൽ ബാക്ക് ഡേറ്റ് ഇട്ട് ഒപ്പിട്ടേച്ച് പോവുകയാണ്. പങ്കെടുക്കുന്ന ഡോക്ടർമാർ പലരും ആസ്പത്രിയിൽപ്പെട്ടവരാണ്. അവർ ഒപ്പിട്ടേച്ച് പോകുന്നുണ്ട്. അവർ ചർച്ചകളിൽ പങ്കെടുക്കാറില്ല. തൃശ്ശൂരിൽ തന്നെയുള്ള പല സ്വകാര്യ ആസ്പത്രികളിലും ഇപ്പം ഞാനൊരു ആസ്പത്രി നടത്തുന്ന ആളാണെങ്കിൽ ഇദ്ദേഹം വേറൊരു ആസ്പത്രി നടത്തുന്ന ആളാണെങ്കിൽ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ എത്തിക്സ് കമ്മിറ്റിയിൽ ഞാൻ ഇദ്ദേഹത്തെ ചെയർമാനാക്കും, ഇദ്ദേഹത്തിന്റെ ആസ്പത്രിയിലെ എത്തിക്സ് കമ്മിറ്റിയിൽ ഞാൻ ചെയർമാനായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറം തടവി കൊടുത്തുകൊണ്ടുള്ള ചില കോപ്പറേറ്റീവായിട്ട് മാറിക്കൊണ്ട് നടത്തുകയാണ്. ഇതാണ് അവിടുത്തെ ചില എത്തിക്സ് കമ്മിറ്റികളുടെയൊക്കെ നിലവിലുള്ള സ്ഥിതി. എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, രോഗി അറിയുന്നില്ല, രോഗി നിരവധിയായിട്ടുള്ള സഹനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരാകുന്നു. ഇത് മുഴുവനും വലിയ ഒരു സംഘടിതമായ ചൂഷണത്തിന്റെ, സംഘടിതമായ മനുഷ്യാവകാശ ലംഘനത്തിന്റെ വേദിയായി മാറുകയാണ്. ഇത് കേരളത്തിൽ എത്ര ആൾക്ക് അറിയാമെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല എന്നുള്ള സത്യം, പരമസത്യത. ഈ ഡോക്ടർമാരുൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് ഈ നേരിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യാത്തവർക്ക് ആർക്കും തന്നെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ഈ കൈപ്പുസ്തകത്തിൽ അതിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഉഷ ടൈറ്റസ് ആണ്. ഡോക്ടർ ഉഷ ടൈറ്റസ് മെഡിക്കൽ ഡോക്ടറാണ്. അതിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. അവർ IAS കാരിയാണ്. അവർ കേരള ഗവൺമെന്റിന്റെ ഹെൽത്ത് സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം അവരുടെ ഹസ്ബൻഡ് ഡൽഹിയിലേക്ക് മാറിപ്പോയതുകൊണ്ട് അവരും ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ അവതാരിക തയ്യാറാക്കി അവരെ കൊണ്ട് അത് ഒപ്പിടിച്ച് വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവരത് വായിച്ചു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചത്, കേരളത്തിൽ അതിന് മരുന്ന് പരീക്ഷണങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ എന്നാണ്. ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ചതാണ്. 2010 എന്നോട് ചോദിച്ചത്. 2002 ഞാൻ നേരത്തെ പറഞ്ഞ RCC നടന്ന പരീക്ഷണം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും പ്രസിദ്ധമാണ് ഈ പരീക്ഷണം. അപ്പോൾ മരുന്ന് പരീക്ഷണം വ്യാപകമായിട്ട് കേരളം മുഴുവനും നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ ആരോഗ്യം മുഴുവൻ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട IAS ഈ മെഡിക്കൽ ഡോക്ടറുമായിട്ടുള്ള ഉഷ ടൈറ്റസിന് പോലും അറിയില്ല ഇവിടെ പരീക്ഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഈ കേരളത്തിൽ പിന്നെ ആർക്കും അറിയാവുന്ന സാധാരണക്കാരനെ കുറിച്ചൊന്നും അറിയില്ല.
നമ്മൾ ഡോക്ടർ മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു, നമ്മൾ പരീക്ഷണ മൃഗമാണെന്നുള്ള കാര്യം നമുക്കും അറിയില്ല, നമ്മുടെ കുടുംബക്കാർക്കും അറിയില്ല. ഡോക്ടർക്കെതിരെ ഒരക്ഷരം പറയാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല, കേസെടുക്കാനും താല്പര്യമില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ ഈ പഠനത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജ്, ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച് ജില്ലകളിലൊക്കെയുള്ള ഒരുവിധം ഈ അറിവുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സമൂഹവുമായിട്ട് ബന്ധമുള്ള, നിങ്ങളെപ്പോലുള്ള കുറച്ച് എൻലൈറ്റൻഡായ ആളുകളെ കണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു പൊതുവെ ഒരു ബോധവൽക്കരണം, ഒരു ചെറിയ അവയർനെസ് ബിൽഡ് ചെയ്തെടുക്കുക. അത് ഒപ്പീനിയൻ മേക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വെറും സാധാരണക്കാരുടെ ഇടയിൽ പോയി ഉണ്ടാക്കിയാൽ അത് അവിടെ തന്നെ ഒതുങ്ങിപ്പോകും. കുറെ കൂടെ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള, മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ബന്ധങ്ങളുള്ള ആളുകളുമായിട്ടാണ് ഒരു 10 പേരിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്.